ഹലോ ഓൾ, എൻ്റെ ടോപ്പിക്ക് വന്നിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ കണ്ടിന്യൂഷനാണ്. ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മെയിൻലി 4 ടൈപ്പ് ഉണ്ട്. സിൻടാക്സ് ട്രീ ടൈപ്പും, ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗ്രാഫ് ടൈപ്പും, പോസ്റ്റ് ഫിക്സ് ട്രീ ടൈപ്പും, അതുപോലെ 3 അഡ്രസ് കോഡും. അതിൽ 3 അഡ്രസ് കോഡിൻ്റെ ഇംപ്ലിമേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയണം. അപ്പോൾ 3 ടൈപ്പിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ക്വാഡ്രപ്പിൾസും ട്രിപ്പിൾസും ഇൻഡയറക്റ്റ് ട്രിപ്പിൾസും ആയിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൽ ക്വാഡ്രപ്പിൾസും ട്രിപ്പിൾസുമാണ് ഞാൻ എടുക്കുന്നത്. ഈ ക്വാഡ്രപ്പിൾസ് പറഞ്ഞാൽ അതിൽ പേര് പോലെ തന്നെ ഒരു 4 ഫീൽഡ് ഉണ്ടാവും. അതിന് നമ്മൾ പറയണത് ഓപ്പറൻറ്റ്, ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2 ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്നാണ്. അതുകൊണ്ട് 4 ഫീൽഡ് ഉള്ളതാണ് അതിന് ക്വാഡ്രപ്പിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടിൽ ഇൻറ്റേർണൽ ഓപ്പറേറ്ററിൻ്റെ ഇൻറ്റേർണൽ കോഡിൻ്റെ കണ്ടെയ്ൻ ഉണ്ടായിരിക്കും. അതായത് എക്സ്, വൈ, ഓപ്പറൻറ്റ്, സെഡ് എന്നിങ്ങനെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ആർഗ്യുമെൻറ്റ് 1, ഇസഡ്, ആർഗ്യുമെൻറ്റ് 2 അതിൻ്റെ റിസൾട്ട്. അതിൽ വൈ പറഞ്ഞ ആർഗ്യുമെൻറ്റ് 1ഉം സെഡ് പറഞ്ഞ ആർഗ്യുമെൻറ്റ് 2ഉം ഒ പി പറഞ്ഞ ഓപ്പറൻറ്റും അതുപോലെ തന്നെ എക്സ് പറഞ്ഞ റിസൾട്ടുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്കതിൽ യൂണറി ഓപ്പറേഷൻ വരുമ്പോൾ നമുക്കതിൽ ആർഗ്യുമെൻറ്റ് 2ൻ്റെ ആവശ്യമില്ല. അതായത് എക്സ് ഈക്വൽ ടു വൈ ഓർ എക്സ് ഈക്വൽ ടു -5 ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ മാത്രം വരികയാണെങ്കിൽ സെഡ് ഇല്ലെങ്കിൽ നമുക്ക് ആർഗ്യുമെൻറ്റ് 2ൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ വരുന്നതിൽ നമ്മൾ ഇത് ആർഗ്യുമെൻറ്റ് 2 ഓർ റിസൾട്ട് അതിലേതെങ്കിലും ഒന്നാണ് ചൂസ് ചെയ്യുക. അപ്പോൾ റിസൾട്ടാണ് ആർഗ്യുമെൻറ്റ് ഒഴിവാക്കി റിസൾട്ടാണ് നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യുക. ഇതിൽ ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2 അതുപോലെ തന്നെ റിസൾട്ടൊക്കെ നമ്മൾ പോയിൻ്റ് ചെയ്യണത് നമ്മുടെ സിമ്പിൾ ടേബിൾ എൻട്രീസ് ഫോർ ദ നെയിംസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫീൽഡാണ്. അതായത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന നെയിമിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെയൊക്കെ പോയിൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിസൾട്ടിൽ തന്നെ ഒരു ടെമ്പററി നെയിമും സ്റ്റോർ ചെയ്യും. ആ പോയിൻ്റ് ചെയ്തിട്ട് ഓരോരോ ആർഗ്യുമെൻറ്റും അതിൻ്റെ പാരലലായി നമുക്കൊരു ടെമ്പററി റിസൾട്ടും അതുപോലെ ടെമ്പററി നെയിമും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു ക്വാഡ്രബിൾ റെപ്രസെൻറ്റേഷനാണ്. അതിൽ A = B* - C + B* - C എന്നിങ്ങനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ക്വാഡ്രബിൾ റെപ്രസെൻറ്റേഷൻ. അതായത് 4 ഫീൽഡായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഓപ്പറൻറ്റും, ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2 ആൻഡ് റിസൾട്ട് എന്നിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലാദ്യം നമ്മൾ സീൻ്റെ ആർഗ്യുമെൻറ്റ്സ് 1 ആയിട്ട് C എടുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഓപ്പറൻറ്റ് U- യൂണറി മൈനസ് ആണ്. അപ്പോൾ ഇതിൽ കിട്ടിയ റിസൾട്ട് നമ്മൾ സേവ് ചെയ്ത T1ലാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഓപ്പറൻ്റായി സ്റ്റാർ തിരഞ്ഞെടുത്തു. അപ്പോൾ ആർഗ്യുമെൻറ്റ് 1 ആയി Bയും പിന്നെ നമുക്ക് കിട്ടിയ റിസൾട്ട് ഫസ്റ്റത്തെ റിസൾട്ട് T1 നമ്മുടെ ഓപ്പറൻറ്റും U- അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ് 1 C കൂടി ചെയ്ത് സേവ് ചെയ്ത റിസൾട്ട് T1ൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അടുത്ത പ്ലേസിൽ പ്ലേസ് ചെയ്യണം. അതുകൊണ്ട് അടുത്ത ഓപ്പറൻറ്റ് സ്റ്റാറും അതിന് ആർഗ്യുമെൻറ്റ് 1 Bയും പിന്നെ ആർഗ്യുമെൻറ്റ് 2 T1 ആയി എടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ റിസൾട്ട് സേവ് ചെയ്യുന്നത് T2ലായിരിക്കും. ഇതിൽ നമ്മുടെ T1ൽ സ്റ്റോർ ചെയ്തതിൻ്റെ റിസൾട്ട് -C എന്നായിരിക്കും. അപ്പോൾ അടുത്തതിൽ B* T1 ബിയും T1 എന്ന് കൊടുത്തേക്കും. അപ്പോൾ അതിൻ്റെ അടുത്തം T1ൽ -C ഉണ്ട്. അപ്പോൾ ഓപ്പറൻറ്റ് ചെയ്യുമ്പോൾ B* T1 അത് B* C B* -C എന്ന് നമ്മൾ T2ൽ സേവ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് T2ൽ നോക്കുകയാണെങ്കിൽ മൊത്തം അതിനത് ചെയ്ത് വരുമ്പോൾ B* -C എന്നാണ് T2ൽ സേവ് ആവുക. അതുപോലെ തന്നെ വീണ്ടും അടുത്ത് നമ്മൾ യൂണറി -C ചെയ്യും. നേരത്തെ ചെയ്തപ്പോൾ തന്നെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യും. കാരണം രണ്ടും ഒരേ ഓപ്പറൻ്റ് ഇതായതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. അതിൽ U- C ഫസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തതിന് ശേഷം T3ലേക്ക് സേവ് ആക്കും. അടുത്ത സ്റ്റെപ്പിലും അതേപോലെ തന്നെ ഓപ്പറൻറ്റ് സ്റ്റാർ വെച്ചിട്ട് ബീനെയും പിന്നെ അതുപോലെ തന്നെ T3ലിപ്പോൾ യൂണറി -C സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ -C സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് Bയും T3യും കൂടി ഓപ്പറൻറ്റ് ചെയ്യും, സ്റ്റാർ ഓപ്പറൻറ്റ് ചെയ്യും. അതിൻ്റെ റിസൾട്ട് T4ൽ സേവ് ചെയ്യും. ഇപ്പോൾ നമ്മൾ 2 ഓപ്പറൻറ്റും അതായത് സ്റ്റാർ A = B* - C + B* - C അതിൽ A ഒഴികെയുള്ള ബാക്കി
എല്ലാതും നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെല്ലാം പ്ലസ് ചെയ്യണം. അപ്പോൾ അടുത്തതിൽ ഇപ്പോൾ T4ലും T2ലും നമ്മുടെ റിസൾട്ട്, അതായത് B സ്റ്റാർ മൈനസ് C, B സ്റ്റാർ മൈനസ് C, അത് T2ലും B സ്റ്റാർ മൈനസ് C, അതേപോലെ തന്നെ T4ലും B സ്റ്റാർ മൈനസ് C എന്നുണ്ട്. അത് നമ്മൾ രണ്ട് പ്ലസ് ചെയ്യണം, ഓപ്പറേൻ്റ് പ്ലസ് വെച്ചിട്ട് ചെയ്യണം. അതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ T5 ആയിട്ട് ടെമ്പററി സ്റ്റോർ ചെയ്യണം. അത് T5ൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്ത ഓപ്പറൻ്റായി ഈക്വൽ ടു ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു T5, അതിൽ ആർഗ്യുമെൻറ്റ് ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ ഉള്ളൂ T5. അപ്പോൾ അത് കിട്ടുന്ന ആർഗ്യുമെൻറ്റും അത് ഈക്വൽ ടു ഓപ്പറൻ്റ് വെച്ച് ചെയ്തിട്ട് ആ റിസൾട്ട് നമ്മൾ A എന്ന റിസൾട്ടായി സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ കോഡറബിൾ റെപ്രസെൻറ്റേഷൻ്റെ പ്രസൻറ്റേഷൻ. ഇനി അടുത്ത് നമ്മൾ ട്രിപ്പിൾസിനെ പറ്റിയാണ് പറയുന്നത്. ട്രിപ്പിൾസ് പറയുമ്പോൾ നമ്മളിപ്പോൾ റിസൾട്ടിൽ അവസാനം T1, T2, T3, T4, T5 എന്നിങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ടെമ്പററി വാല്യൂ ആയിട്ടാണ് അതിന് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ടേബിളിൽ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിപ്പിൾസ് യൂസ് ചെയ്യണം. അപ്പോൾ ട്രിപ്പിൾസ് പറഞ്ഞാൽ അതിൽ നമ്മൾ 3 ബ്ലോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ എന്താണ് ഓപ്പറൻ്റ് ഉണ്ടാവും, ആർഗ്യുമെൻറ്റ് 1 ഉണ്ടാവും, ആർഗ്യുമെൻറ്റ് 2 ഉണ്ടാവും. അതിൽ റിസൾട്ട് എന്ന ഫീൽഡ് നമ്മൾ ഒഴിവാക്കും. ഇതിൽ പ്രത്യേകത പറഞ്ഞാൽ പാരന്തൈസ്ഡ് നമ്പർ, അതായത് നമ്മുടെ 0, 1, 2, 3 എന്ന് കൊടുത്ത നമ്പറാണ് ഇതിനെ പോയിൻ്റ് ചെയ്യുക. നമ്മുടെ ട്രിപ്പിൾ സ്ട്രക്ചറിൽ പാരന്തൈസ്ഡ് നമ്പറാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ് 2 ആയിട്ട് അതിൽ പോയിൻ്റ് ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത്. നേരത്തെ ചെയ്ത അതേ ഓപ്പറേഷൻ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. A = B സ്റ്റാർ മൈനസ് C പ്ലസ് B സ്റ്റാർ മൈനസ് C എന്ന ഓപ്പറേഷൻ ചെയ്യണം. നമ്മൾ ചെയ്യണത് ട്രിപ്പിൾ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ് ചെയ്യണം. ഇതിന് നോക്കിയറിയാം ഓപ്പറൻ്റ് ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2 എന്നീ 3 ഫീൽഡുകളേ ഉള്ളൂ. അതിൽ ആദ്യം യുണറി മൈനസ് ചെയ്ത് ആർഗ്യുമെൻറ്റ് 1ൽ C കൊടുത്തു, ആർഗ്യുമെൻറ്റ് 2 നമ്മൾ നില്ലേക്ക് ഇട്ടു. നേരത്തെ നമ്മൾ റിസൾട്ടിൽ T1 സ്റ്റോർ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ കോഡറബിൾ അല്ലാത്തതുകൊണ്ട് ട്രിപ്പിൾസിൽ നമുക്ക് T1 സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ കോളും ഇല്ല. അപ്പോൾ ആർഗ്യുമെൻറ്റ് അവിടെ നില്ലേക്ക് കൊടുത്തു. പിന്നെ അടുത്ത ഓപ്പറേഷൻ വീണ്ടും ചെയ്തു. സ്റ്റാർ ആർഗ്യുമെൻറ്റ് 1ൽ B കൊടുത്തു. ഇനി ആർഗ്യുമെൻറ്റ് 2ൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് 0 എന്ന നമ്പറാണ്. അതായത് നമ്മുടെ പാരന്തൈസ്ഡ് നമ്പർ. നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പിലെ അത് പാരലലുള്ള നമ്പറാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഓപ്പറൻറ്റും ആർഗ്യുമെൻറ്റ് 1 രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്ത് സേവ് ആവുന്നത് 0 എന്ന ഓപ്പറൻറ്റിലാണ് സേവ് ആവുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും U-Cയും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ സ്റ്റാർ B എന്ന് ചെയ്യും. അത് സേവ് ആവുന്നത് രണ്ടാമത്തെ പാരലൈസ്ഡ് നമ്പറിലാണ് സേവ് ആവുക. പിന്നെ അടുത്ത ഓപ്പറൻ്റായി നമ്മൾ പ്ലസ് ഓപ്പറൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇപ്പോൾ നമ്മുടെ പാരന്തൈസ്ഡ് നമ്പർ 1ൽ നമ്മുടെ സ്റ്റാർ B ഓപ്പറേഷനും അതുപോലെ തന്നെ ഫസ്റ്റ് ചെയ്ത U-Cൻ്റെ ഓപ്പറേഷൻ കൂടി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാരന്തൈസ്ഡ് നമ്പർ 1ൽ. അതുപോലെ തന്നെ 3ലും സെയിം ആയിട്ട് നമ്മുടെ സ്റ്റാർ ഓപ്പറേഷനും ആർഗ്യുമെൻറ്റ് Bയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത U-Cൻ്റെ ഇതും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1ഉം 3ലാണ് ഇതെല്ലാം സേവ് ചെയ്ത് വെച്ച് അത് നമ്മൾ ആഡ് ചെയ്യണം. പ്ലസ് ചെയ്യുമ്പോൾ അടുത്ത ഓപ്പറൻറ്റിൽ +1, 3 ആർഗ്യുമെൻറ്റ് 1ഉം അതായത്